ജ്യോതി, കൺമുന്നിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ സത്യമാവില്ല. DKക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. അല്ലാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. ഓ, നിങ്ങളൊന്ന് പോയി തരുന്നുണ്ടോ? ഇത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്നത്. ജ്യോതി, നീ DK സപ്പോർട്ട് ചെയ്യേണ്ട സമയം. ദയവ് ചെയ്തത് മറക്കരുത്. ചിത്ര, നീ ഇവരെ വിളിച്ചോണ്ട് പോയേ, ഇല്ലെങ്കിൽ എനിക്ക് നല്ല കടുത്ത വാക്കുകൾ പറയേണ്ടി വരും. ജ്യോതി, ഞങ്ങൾ പോവാം. പക്ഷെ DK ഒരു വാക്ക് കൊണ്ടുപോലും കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നീ 100 വട്ടം ആലോചിക്കണം. ആ പാവത്തിനെ നീ തകർക്കരുത്. എന്റെ ദേവി, എന്തൊക്കെയാ ഞാനീ പറഞ്ഞ്? പ്രിയപ്പെട്ടവര് മുഴുവൻ DK വിശ്വസിക്കുമ്പോ ഞാൻ മാത്രം. എന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. പൊറുക്കണേ ദേവി, മൂകാംബിക. താനിനി അധികം ഒന്നും ആലോചിക്കണ്ട. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എന്നെ വിചാരിക്കുക. ജ്യോതിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കുമെന്ന് എന്റെ പേടി. അവിടെ വെച്ച് അവളെ കണ്ടപ്പോ ഒറ്റ നിപ്പിൽ കത്തിയെരിഞ്ഞു പോയി ഞാൻ. എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല സേവിച്ച. നാട്ടുകാർ മുഴുവൻ ഹിറ്റ്ലർന്ന് വിളിക്കുന്ന നിനക്ക് ഭാര്യയെ പേടിയോ? എന്താടാ ഇത്? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. ജ്യോതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവും. താൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. പിന്നെന്താ പ്രശ്നം? എടാ, ജ്യോതി നീ പറഞ്ഞാ വിശ്വസിക്കും. കണ്ടതല്ല യഥാർത്ഥ സത്യമെന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ജ്യോതി കൂടെ നിൽക്കും. രവിച്ച, വിശ്വാസമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. സൗഹൃദമായാലും ഭാര്യാഭർത്തൃ ബന്ധമായാലും അതില്ലെങ്കിൽ എല്ലാം തീർന്നു. ജ്യോതിക്ക് എന്നെ 100% വിശ്വാസം. എനിക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു നോട്ടം കൊണ്ടെങ്കിലും അതല്ലാന്ന് എനിക്ക് തോന്നിയ ഞാൻ തോറ്റുപോകും. ഒന്നുമില്ലടോ, നിന്റെ കുടുംബം മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. എനിക്കുറപ്പാ. നീ ചെല്ല്, ഇനി ലേറ്റാകണ്ട. അപ്പൊ ശരി, ചെല്ലടോ. DK ചതിച്ചത് ആരായിരിക്കും? ഈ ചതി ചെയ്ത ആരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. ആ സ്ത്രീയെ കണ്ടുപിടിച്ച സത്യം അറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. ഏതായാലും അറിഞ്ഞുകൊണ്ട് DK ഇങ്ങനൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടുകാർ പറയുന്നൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഇത്രയും നാള് DK തോൽപ്പിക്കാൻ പലരും പല വഴിക്ക് ശ്രമിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അവരിൽ ആരെങ്കിലും തന്നെ ആയിരിക്കും ഇതിനും പിന്നില്. ജ്യോതി, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതെങ്ങനെയാ? ഒന്ന് സംസാരിക്കാൻ ചെന്നപ്പോ തന്നെ ചാടിക്കടിക്കാൻ വരല്ലേ? ജ്യോതി ഇത് പ്രശ്നമാക്കുമെന്ന എന്റെ പേടി. ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് തണുത്തോളും. DK പോലീസ് പിടിച്ച് ആ പെണ്ണുങ്ങളുടെ കൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ജ്യോതി നേരിട്ട് കണ്ടുപോയില്ല. അതൊരു വലിയ മുറിവ് തന്നെ. അവര് തമ്മിലുള്ള പ്രശ്നത്തില് നമ്മൾ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അത് അവര് തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടുപ്പത്തെക്കാളും സ്നേഹവും അടുപ്പവും അവർ തമ്മിലുണ്ട്. DK ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ജ്യോതിക്ക് നന്നായിട്ട് അറിയാം. അതെ, പിന്നെ അങ്ങനെ ഒരു കാഴ്ച നേരിട്ടതിന്റെ വിഷമം ഉണ്ടാവും. അതങ്ങ് മാറിക്കോളും. അല്ല മായച്ചി, എന്നാലും ജ്യോതി ആ സമയത്തെങ്ങനെ അവിടെ എത്തി? എനിക്ക് തോന്നുന്നത് DK അവിടെ ചെന്നതിനും അവിടെ നടന്ന നാടകങ്ങൾക്കും ജ്യോതിയെ ആ സമയം അവിടെ എത്തിച്ചതിനൊക്കെ പിന്നില് ഏതോ ഒരു മാസ്റ്റർ ബ്രെയിന്റെ പ്ലാനിംഗ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും? DK അവിടെ ചെല്ലുന്നു, ഉടനെ കുറെ ആളുകൾ കൂടുന്നു, ബഹളം വയ്ക്കുന്നു. പെട്ടെന്ന് പോലീസ് വരുന്നു, 3-4 സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടി അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ കുറ്റവും DKയുടെ തലയിൽ കെട്ടിവെക്കുന്നു.
എവിടെയോ ഇതെല്ലാം തമ്മില് വല്ലാത്തൊരു പൊരുത്തക്കേടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നില് ആ MP വിഘ്നേഷ് ആണോന്നാ എന്റെ സംശയം. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ശ്രീയേട്ടാ, ഇതിന് പിന്നിലെ ചതി എന്തായാലും കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. DK ഇതിൽപ്പെടുത്തിയത് ആരായാലും അതിനുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. എന്തായാലും DK വരുമ്പോ ഇവിടെ ഒരു ബഹളം ഉണ്ടാവും, അതുറപ്പാ. പക്ഷെ ഇതിന്റെ പേരില് അവര് തമ്മിൽ പിണങ്ങാനിടവരരുത്. ബാലു, ശ്രീയേട്ട, എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ അവനെ ആരോ ചതിച്ചതാ. എല്ലാരും അവനെ കുറ്റപ്പെടുത്തും, പക്ഷെ മോൾ അവനെ വിശ്വസിക്കണം, കൂടെ ഉണ്ടാവണം. അച്ഛന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, ഇതിലെന്തോ ചതിയുണ്ട്. വേണ്ട, അച്ഛനെ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. ചതിയാ ഏട്ടൻ എന്നോട് ചെയ്തത്. സഹിക്കില്ല ഞാൻ. മോളെ, നീ അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. മോളെ, നീ എടുത്തിയാടിയൊന്നും ചെയ്യരുത്. നാളെ അച്ഛൻ അങ്ങോട്ട് വരാം. വേണ്ട, ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. ഇതിനെക്കുറിച്ച് ഇനി ആരും എന്നോട് സംസാരിക്കാൻ വേണ്ട. തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. മോളെ, അവളെന്താ പറഞ്ഞത്? അതെ, സംഗതി എല്ലാം കുഴപ്പത്തിലായി. അവൾ ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിരിക്കുക. അവൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാ പറയുന്നു. എന്ത് തീരുമാനിക്കാൻ? ആ അഹങ്കാരം കാണിക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെങ്ങാനും ഇരിക്കാൻ പറയണോ അവളോട്? അവൾക്കിതെന്താ പറ്റിയത്? സ്വന്തം ഭർത്താവിന് ഇത്രയ്ക്ക് വിശ്വാസമില്ലാതായോ? വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും അവളോട് മിണ്ടി പോരുതെന്ന് പറയണം. പുറത്തിറങ്ങി നടക്കുന്ന ആണുങ്ങളാവുമ്പോ ഇങ്ങനെ ചിലതൊക്കെ കേട്ടുന്നിരിക്കും. പെണ്ണുങ്ങൾ വേണം അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നാളെ നിങ്ങളെ ന്യായീകരിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ കൊന്നുകളഞ്ഞാൻ. ആ DK എനിക്ക് വിശ്വാസം. അന്തസ്സില്ലാത്ത ഒരു പ്രവൃത്തിയും DK ആരോടും ചെയ്യില്ല. ഇതാരോ ചതിച്ചതാന്നേ. DKയുടെ ഭാര്യയായിരിക്കുമ്പോ കിട്ടുന്ന അന്തസ്സൊന്നും അമരാവതിയുടെ പടി ഇറങ്ങിയാൽ ഉണ്ടാവില്ലെന്ന് അവളോടൊന്ന് പറഞ്ഞേക്ക്. ഈശ്വര, അച്ഛനാകെ വിഷമായി കാണും. അച്ഛനോട് മാത്രമല്ല, ഇനി എല്ലാവരോടും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. കണ്ണാ, ഗുരുവായൂരപ്പ, എന്നോട് ക്ഷമിക്കണേ. ജ്യോതി, ജ്യോതി, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഈശ്വര, എനിക്ക് ശക്തി തരണേ. അവിനാശിന്റെ മരണത്തെക്കുറിച്ചുള്ള തെളിവുകൾ തരാന്ന് പറഞ്ഞ എന്നെ അവർ ഈ ട്രാപ്പിൽപ്പെടുത്തിയത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ജ്യോതി, എന്തൊക്കെയാ പറയുന്നേ? ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. എനിക്കിനി നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് കണ്ട കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും എന്റെ കണ്ണീന്ന് മായില്ല.
അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാ. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്നതാ ഞാൻ. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ നല്ലത്. ഞാൻ ഇറങ്ങാം. ജ്യോതി, നീ അറിഞ്ഞ ഒന്നും സത്യമല്ല, കണ്ടതും സത്യമല്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. എന്റെ ദേവി, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും? എങ്ങനെയെങ്കിലും ഈ വഴക്ക് വലുതാക്കിയേ പറ്റും. എന്റെ ഏട്ടന്റെ ജീവനും ഈ കുടുംബവും സുരക്ഷിതമായിരിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്റെ മൂകാംബിക, സ്ഥാനം കൊണ്ട് ഞങ്ങളുടെ അമ്മായിയമ്മയെ ജ്യോതി, ഈ കുടുംബത്തിന്റെ നെടുന്നൂണായ ഡി കെയുടെ ഭാര്യ. ജ്യോതി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഡി കെ തകർന്നു പോകും. ഞങ്ങളുടെ ഡി കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഡി കെയെ കുറ്റപ്പെടുത്തി ജ്യോതി പോരുത്. ഈ ഒരു സാഹചര്യത്തില് ഡി കെക്കൊപ്പം നിൽക്കുക വേണ്ടത്. മോളെ, എന്റെ കണ്ണിന് എനിക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടോ അതിനേക്കാൾ വിശ്വാസമാ എനിക്ക് എന്റെ മോനോടുള്ളത്. ഈ ഞാൻ പ്രസവിച്ചു വളർത്തിയ എന്റെ മോനാ, അവനെ തെറ്റ് ഒരിക്കലും ചെയ്യില്ല. നീ അവനെ വിട്ടു പോകരുത് മോളെ. നീ എന്താ ജ്യോതി ഒന്നും പറയാത്തത്? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചയാ ഞാൻ ഇന്ന് കണ്ടത്. അതിനേക്കാൾ വലുതായി മറ്റൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പിണക്കമില്ല. എന്നാ ഇപ്പൊ എന്റെ ഭർത്താവിനെ വിശ്വസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇത് വിശ്വാസവഞ്ചനയാ. ജ്യോതി, മറ്റെന്ത് വേണമെങ്കിലും നീ പറഞ്ഞു, പക്ഷേ അവനെ വിശ്വാസമില്ലാന്ന് മാത്രം നീ പറയരുത്. അമ്മയ്ക്ക് അദ്ദേഹം മകനാണ്, പക്ഷെ എന്റെ ഭർത്താവാ. ഇതിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അവകാശം നിനക്ക് മാത്രമല്ല. തണലിൽ മയങ്ങാ നീ വരൂ കുറുമൊഴി പെണ്ണേ, ഇതുവരെ ഇല്ലാത്തൊരാനന്ദമെങ്ങും ഇതൾ വിരിച്ചാടുമീ സായന്തനത്തിൽ, ഇണപിരിയാതെന്നും ഒരുമിച്ചു വാഴാൻ നീ വരൂ കുറുമൊഴി പെണ്ണേ. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെല്ലാം ഉത്തരവാദി നീ മാത്രമായിരിക്കും. സത്യം നീ സ്വയം കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം തിരിച്ചു വന്നാ മതി. പക്ഷേ അന്ന് നിന്നെ തിരികെ സ്വീകരിക്കാൻ ഇവിടെ ആരും ഉണ്ടാവുമെന്ന് നീ കരുതരുത്. കരുതരുത്. ഇവളെ വെറുതെ വിടരുത് സാർ. ഇവളെന്നോ? ഡി കെയുടെ ഭാര്യയെ നീ അങ്ങനെ വിളിക്കാറായോടാ? മാഡം അങ്ങനെ വിളിക്കണം നീ. ഒരു സ്ത്രീയെയും ഇവൾ അവൾ എടി പോടിയെന്നൊന്നും വിളിച്ച് നീ അപമാനിക്കരുത്.
ഇതേ നിങ്ങൾക്കും കൂടിയുള്ള മുന്നറിയിപ്പാ. ഓ, ഭർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവളാണ് ഭാര്യ. നീ സ്നേഹിച്ച പെണ്ണ് നിന്നെ വിട്ടുപോയതേ നിന്റെ കഴിവില്ലായ്മ. അവൾക്ക് നിന്നെ വേണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ സ്നേഹം നേടാൻ അറിയാത്ത നീയാണോ ഒരു നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സ് കീഴടക്കി ജയിച്ചത്? ഒരു തവണ അവർക്കെല്ലാം അബദ്ധം പറ്റിയതായിരിക്കും. ഇനി അവരത് തിരുത്തിക്കോളും. ജ്യോതിമ, ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ജ്യോതിമ ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ നാട്ടിലെ ജനങ്ങൾ, അവരുടെ മുന്നില് ഇപ്പൊ ഞാൻ തോറ്റു നിൽക്കുക. എനിക്ക് അവരുടെ മുന്നിൽ ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അമല, അവളെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. എല്ലാം ശരിയാകുന്നേ. നോ, ഒന്നും ശരിയാകില്ല സുധാകരൻ നായരെ. ജ്യോതിയെ അമരാവതി ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നോ? ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. നിങ്ങളോട് ആരോടും എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ തൽക്കാലം ഞാനിവിടെ നിന്ന് ഇറങ്ങുക. പത്മാവതി അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമരാവതി വിട്ടിട്ട് അവൾക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും? ഐ ഡോണ്ട് നോ. അവൻ പറഞ്ഞൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല. എന്റെ മോൻ പറയുന്ന കേൾക്കാതെയാ അവളോട് പടി ഇറങ്ങിപ്പോയത്. ഇതിനും ഭേദം എന്റെ മോനെ അവള് കൊല്ലുന്നതായിരുന്നു. സങ്കടമുള്ളൂ സുധാകരൻ നായരെ. അത്രയ്ക്ക് സ്നേഹിച്ച ഞാൻ അവളെ. അപകടമൊന്നുമില്ലാതെ അവൾ അങ്ങ് എത്തിയെന്നറിയാൻ ഇപ്പൊ ഞാൻ വിളിച്ചത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പത്മാവതി അമ്മേ. DK വിട്ട് ജ്യോതി ഇറങ്ങി പോന്നോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും അവൾക്ക് ഈ ജന്മത്ത് പറ്റത്തില്ല. സുധാകരൻ നായരെ, ഞാൻ അവന്റെ അമ്മയാ. അവനെ 10 മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച അമ്മ. എന്റെ മോന്റെ ശബ്ദം ഒന്ന് ഇടറിയാൽ, അവന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, അവന്റെ വാക്കുകൾക്ക് മാറ്റം ഉണ്ടായാൽ എനിക്കതറിയാം. അവൻ പറയുന്നത് സത്യമാണോ കള്ളമാണെന്നോ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങെത്തുമ്പം അവളോട് പറഞ്ഞേക്ക് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. എന്നോട് പറയുമ്പോ അവന്റെ വാക്കുകൾക്ക് ഒരു പതർച്ചയും ഉണ്ടായിട്ടില്ല. അവന്റെ കണ്ണുകൾ താന്നിട്ടില്ല, തല കുനിച്ചിട്ടില്ല. അത് മതി സുധാകരൻ നായരെ. എനിക്ക് എന്റെ മോനെ തിരിച്ചറിയാൻ. പത്മാവതി അമ്മേ, ഇതുകൂടി പറഞ്ഞേക്ക്. ഒരമ്മ മകനെ മനസ്സിലാക്കുന്നേക്കാൾ കൂടുതൽ സ്വന്തം ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണമെന്ന്. അവന്റെ വിശ്വാസവും സ്നേഹവും ഏറ്റുവാങ്ങുന്ന ഭാര്യയായിരുന്നെങ്കിൽ അവൾക്ക് അവനെ മനസ്സിലായേനെ. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം, പക്ഷെ എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. തൊട്ടുപോരുതെന്നെ. എന്നെ തൊടാൻ നിങ്ങൾക്ക് ഇനി ഒരു അവകാശമില്ല. ഇനി ഞാൻ തിരിച്ചു വരണമെങ്കിൽ ആ സ്ത്രീയെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിക്കണം. അതുവരെ ഞാൻ കണ്ട ആ കാഴ്ച മാത്രമേ ഞാൻ വിശ്വസിക്കൂ. മോനെ ദേവ,
ജ്യോതി ഒരു സാധാരണ പെണ്ണാ, ഇതെന്റെ ഭാര്യ. അവക്കിതൊന്നും കണ്ട് ശീലമില്ലടാ കണ്ണാ. നീയാടാ അവിടെ ലോകം, നിനക്ക് ചുറ്റിലും അവിടെ ലൈഫ്. അവക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ലടാ. ഏത് സാധാരണ പെണ്ണും ചെയ്തതേ അവള് ചെയ്തുള്ളൂ. ഡാ, ഇപ്പൊ അവള് പിണങ്ങിപ്പോയെന്ന് വെച്ച് ദേ നീ അവളെ വെറുക്കരുത് കേട്ടോ. ഞാനിപ്പോഴേ സുധാരനാരെ വിളിച്ചായിരുന്നേ. എടാ, അവൾ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന്. സുധാരനാരെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. കണ്ടാലുടനെ ഇങ്ങോട്ട് എത്തിച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നേ. എന്തിന്? പോകുന്നവരൊക്കെ പൊയ്ക്കോട്ടെ. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. എന്റെ ഭാഗം കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവൾ തിരിച്ചു വന്നിട്ട് എന്തിനാ? അവളിനി വരാതിരിക്കുന്ന നല്ലത്. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ കുറച്ചൊരു ഒറ്റയ്ക്കിരിക്കട്ടെ. എത്ര വിചിത്രമാണ് ജീവിതം. നമ്മുടേതെന്ന് കരുതിയത് ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടേതല്ലാതായി മാറുന്നു. ഒപ്പം നിൽക്കേണ്ടവൾ കുറ്റപ്പെടുത്തി പടിയിറങ്ങിപ്പോകുന്നു. ജ്യോതി, എന്തുകൊണ്ട് അവളെന്നെ വിശ്വസിക്കാത്തത്? ആപത്തിൽ ഒറ്റപ്പെടുത്തി ഇറങ്ങിപ്പോകേണ്ടവളാണോ ഭാര്യ? എന്തായാലും എന്നെ മനസ്സിലാക്കാതെ പോയവള് പോട്ടെ. എന്നേക്കാൾ വിശ്വാസം അവൾക്ക് ആ മായ കാഴ്ചകളാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൾ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാവും? ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു ഉത്തരവില്ല. ഏട്ടനോടൊന്നല്ല, ആരോടും ഒന്നും തൽക്കാലം പറയാനാവില്ല. എന്നെ കുറിച്ച് ഏട്ടനിപ്പോ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഭഗവാനെ, എനിക്കതൊന്നും ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അഹങ്കാരി. അങ്ങനെ മാത്രമേ എനിക്കിപ്പോ അവളെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നുള്ളൂ. എടാ മോനെ, ജ്യോതി അങ്ങ് എത്തിയില്ലെന്ന്. അത് സാരമില്ല, എത്തിക്കോളും. നമ്മള് കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. രാത്രിയാ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കാലമല്ലേ. സ്ത്രീകൾക്ക് സഞ്ചരിക്കുന്നതിന് രാവെന്നോ പകലെന്നോ ഒരു വ്യത്യാസമില്ല. അവരുടെ പ്രൊട്ടക്ഷൻ പോലീസ് നോക്കിക്കോളും. വെരി ഗുഡ്. സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയപ്പോ നീ ഇങ്ങനെ തന്നെ സംസാരിക്കണം. എടാ, അവക്ക് എന്തെങ്കിലും പറ്റിയാ ആർക്കും പിന്നെ സഹിക്കാൻ പറ്റില്ല. ഒരു വാശിക്ക് അവൾ ഇറങ്ങിപ്പോയി. വാക്കുകൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. പക്ഷെ അവള് നിന്റെ ഭാര്യയാ. ദേ, അതോർമ്മ വേണം. മോളെ, മോളെ, നീ എന്തായി കാണിച്ചത്? എന്തിനാ ഇങ്ങനെ ഇറങ്ങിപ്പോന്നത്? വാ, അച്ഛൻ കൊണ്ടുവിടാ. എവിടേക്ക്? അമരാവതിയിലേക്ക്. അല്ലാതെ ഇവിടെ ഞാനിനി എവിടേക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോള് തിരിച്ചു പോണം. അവിടെ ഉള്ളവരൊക്കെ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ആര്? എന്തിന്? എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട. ഇവിടെ മയപ്പെട്ടു പോയാ അച്ഛൻ എന്നെ തിരികെ അമരാവതിയിൽ കൊണ്ടുപോയാക്കും. എതിർത്ത് നിന്നേ പറ്റൂ. മോളെ, നീ വാശി പിടിക്കരുത്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ബുദ്ധിപൂർവ്വം നമ്മൾ പരിഹരിക്കണം. ഇതുപോലൊരു ഭർത്താവിനെയും നല്ലൊരു കുടുംബത്തെയും തട്ടിത്തെറിപ്പിച്ചിട്ട് നീ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം?
ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്നാലും ഇനി ആ വീട്ടിലേക്കില്ല. മോളെ നീ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? ഡിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മോക്ക് അറിഞ്ഞൂടെ? എനിക്കിപ്പോ ആ വിശ്വാസം ഇല്ല. ശരി, എങ്കിൽ മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എങ്ങോട്ടും ഇല്ല അച്ഛാ. പിന്നെ നീ എങ്ങോട്ട് പോകുന്ന? ഈ രാത്രി നിന്നെ ആര് സഹായിക്കും? എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോവാൻ പോവാ. എടാ മോനെ, ജ്യോതിയെ അങ്ങോട്ട് എത്തിയെന്ന്. സുധാകരനാര് കാണുമ്പോഴേ ഏതോ ഗേറ്റിന്റെ മുന്നിൽ വിഷമിച്ചിരിക്കായിരുന്നാ പറഞ്ഞേ. നാളെ രാവിലെ സ്ഥലവരത്തി പോയി ഞാൻ ജ്യോതിയെ കാണാം. അവളോട് തിരിച്ചു വരാനും പറയാം. എടാ കണ്ണ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ. മോനെ, അമ്മ പോയിട്ട് അവളെ കൊണ്ടുവരാടാ. അമ്മ വിളിച്ച അവള് വരൂടാ. വേണ്ട, എനിക്ക് വേണ്ടി അമ്മ അവളുടെ കാല് പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. കാല് പിടിക്കാനും കൈ പിടിക്കാനൊന്നും അല്ലടാ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഒന്ന് ശാന്തമാകുമ്പോ എല്ലാവർക്കും മനസ്സിലാകും. വേണ്ട, എന്നെങ്കിലും സ്വയം തിരിച്ചറിയുമെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം വിഘ്നേഷ്. 13-ാം വയസ്സിൽ നീ സ്കൂളിൽ ഒപ്പം പഠിച്ച കൂട്ടുകാരനെ അവൻ സ്കൂൾ ലീഡർ ആവാതിരിക്കാൻ വേണ്ടി കൈയും കാലും തല്ലിയൊടിച്ച് ആശുപത്രിയിലാക്കിയ കഥ മുതൽ പാർലമെന്റിന്റെ കഴിഞ്ഞ സെഷനിൽ മൈനിങ് മാഫിയയ്ക്ക് വേണ്ടി നടത്തിയ പ്രസംഗം വരെ എല്ലാം എനിക്കറിയാം. അത് നന്നായി ഡികെ. എന്റെ ജീവചരിത്രവും ഭൂമിശാസ്ത്രവും നീ പഠിച്ചു. നന്നായി ഡികെ. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. നീ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം വിഘ്നേഷ്. ഇപ്പൊ നീ എന്തിനാ വിളിച്ചത്? എന്നെ ഭയപ്പെടുത്താനാണോ? നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയോ ഡികെ? എന്ത് പറ്റി ഡികെ? നീ പറഞ്ഞതൊന്നും അവള് വിശ്വസിച്ചില്ലേ? അല്ല, ഞാൻ നിന്നെ സഹായിക്കണോ ഡികെ? നിന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കണോ? എന്റെ ഭാര്യയാവാൻ പോകുന്നവളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം അനിയന് കല്യാണം കഴിച്ചു കൊടുത്തവനല്ലേ നീ? അപ്പൊ പിന്നെ നിന്നെ ഞാനും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ ഡികെ. വേണ്ട, എന്റെ കുടുംബകാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ അമലയെ വിളിച്ചുകൊണ്ട് വന്നത് അതൊരു തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നീ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവൾ വിഷം കഴിച്ച് മരിച്ചേനെ. അതറിയാമോ നിനക്ക്? അന്നുണ്ടായ സംഭവങ്ങളെ തുടർന്ന് നിനക്കുണ്ടായ നഷ്ടങ്ങളുടെ എല്ലാം ഉത്തരവാദി നീ മാത്രം. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആദ്യം വേണ്ടത് ആ പെണ്ണിന്റെ സമ്മതം. നീ എപ്പോഴെങ്കിലും അമലയുടെ സമ്മതം വാങ്ങിയിരുന്നോ? അതോ അമലയുടെ അമ്മയെ പണം കൊടുത്ത് മയക്കിയാൽ അവള് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നീ കരുതിയോ? നിന്റെ അമ്മ ഒരു പാവ സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിന് ഉത്തരവാദി അത് നീ മാത്രം. അതിനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. നോ, നീയാണ് എല്ലാത്തിനും കാരണം. നീ കാരണം എന്റെ അമ്മ മരിച്ചത്. എടാ ഡികെ, നിന്റെ നാശം കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ വരുന്നുണ്ട് ഡികെ നിന്നെ കാണാൻ, നിന്നെ നേരിൽ കാണാൻ. ജയപ്രകാശ, സംസാരിക്കേ. ഞാനെന്ത് സംസാരിക്കാനാ? നിങ്ങൾ മരുമകനല്ലേ, അങ്ങോട്ട് സംസാരിക്കും മനുഷ്യ. ജയപ്രാശേ, അച്ഛാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ, അവളിവിടെ ഉണ്ട്. അവളിനി തിരിച്ചു പോകില്ലെന്ന് വാശി പിടിച്ചിരിക്കുക ജയപ്രാശ. അച്ഛാ, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഇന്നിപ്പോ ആരും ചേച്ചിയോട് ഒന്നും സംസാരിക്കണ്ട. നേരം വിളിക്കട്ടെ, ഞങ്ങൾ വരാം. എന്നിട്ട് ശാന്തമായി സ്വസ്ഥമായൊരു തീരുമാനം എടുക്കാം. ആ, ശരി. പിന്നെ നീ DK ഒന്ന് വിളിച്ച് സംസാരിക്കണം. എന്നും ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന സ്വന്തം ഭാര്യ ഇങ്ങനെ പെരുമാറുമ്പോ അവനൊന്ന് തകർന്നു കാണും. അച്ഛൻ വിഷമിക്കണ്ട, DK ഞാൻ വിളിക്കാം.
പ്രിയെ ഞാനും കൂടി രാവിലെ തന്നെ എത്താം. അതിനിടയിൽ ഒരു കാര്യത്തിലും ചേച്ചിയെ പ്രൊവോക്ക് ചെയ്ത് ആരും സംസാരിക്കാൻ പാടില്ല. ശരി അച്ഛാ. മാഡം, ഇതുവരെ ആർക്കെതിരെയും കോൺക്രീറ്റ് ആയ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. അവിനാഷിന്റെ കേസ് ഒരു വല്ലാത്ത കുരുക്ക് തന്നെയാണ്. ആ ഡ്രൈവറെ ഉടനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിൽ നിർണായകമായ ഒരു റോൾ അയാൾക്കുണ്ട്. അയാളെ ആരെങ്കിലും വിലക്കെടുത്താണെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. വിഷം കലർത്തിയ മദ്യം അവിനാഷിന് നൽകിയത് അയാളുമാവാം. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും? ആരുമാവാം. അമരാവതിയിലെയും സരോവരത്തിലെയും ആരെ വേണമെങ്കിലും സംശയിക്കാം. അവിനാഷിന്റെ സഹോദരി ചിത്രയെ വരെ. ആ കുട്ടി അങ്ങനെ ചെയ്യൂ? സാധ്യത കൂടുതലാണ്. അവിനാഷിനോട് അമരാവതിയിലെയും സരോവരത്തിലെയും മറ്റാരേക്കാളും കൂടുതൽ ശത്രുത ചിത്രയ്ക്കുണ്ടായിരുന്നു. പ്രിയയുടെ വിവാഹ നിശ്ചയത്തിന്റെ ദിവസം അവിനാഷിനെ കെട്ടിയിടാൻ DKയ്ക്കും ജ്യോതിക്കുമൊപ്പം ചിത്രയുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിനാഷിന് സൂയിസൈഡ് ചെയ്യാൻ വിഷം പോലും ഒരിക്കൽ ചിത്ര കൊണ്ടു കൊടുത്തു. നമുക്ക് ചിത്ര ഒന്നുകൂടെ ചോദ്യം ചെയ്താലോ മാഡം? വേണ്ടിവരും. അവിനാഷിന്റെ കൊലയാളി ആരാണെന്ന് ചിത്രയ്ക്കറിയാൻ സാധ്യതയുണ്ടാവും. DKയുടെയും ജ്യോതിയുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പല തവണ അവൾ അവിനാഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഡ്രൈവർ ജാവീദിനെ വിലക്കെടുത്തത് ചിത്രയായിരിക്കും. അല്ലെങ്കിൽ ചിത്രയുടെ ഹസ്ബൻഡ് ബാലു. അവിനാഷും ബാലുവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. തൽക്കാലം ചിത്രയെ ഞാൻ ഒഴിച്ചു നിർത്തിയതാ. നമുക്ക് അവളെ സംശയമില്ലെന്ന വിചാരത്തിൽ അവൾ ജീവിക്കട്ടെ. ഏതെങ്കിലും ഒരു തെളിവ് അവൾക്കെതിരെ കിട്ടിയാൽ അവളുടെ കഥ അതോടെ തീരും. അതിരിക്കട്ടെ, DKയുടെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്തോ? കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും എല്ലാം നോക്കി. അതില് DK സംശയിക്കാൻ മാത്രം ഒന്നുമില്ല മാഡം. ഓരോ വഴികളും അടയുകയാണല്ലോ മാഡം. ഏത് കേസിലും ഇത് സ്വാഭാവികമാണ്. തെളിവുകൾ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കും. അന്വേഷണം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോവില്ല. പക്ഷേ ഓരോ കേസിനും ഓരോ വിധിയുണ്ട്. മുന്നോട്ട് പോവാനുള്ള തെളിവുകൾ സ്വയം ഉണ്ടാവും. DKയെ നമ്മൾ പൂട്ടിയിരിക്കും. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി
അമ്മ